ബിജെപിക്കെതിരെ തൃശൂരിൽ വോട്ട് ചോരി ആരോപണവുമായി കോൺഗ്രസ്. വോട്ടർ പട്ടിക സമഗ്ര പരിഷ്കരണത്തിന്റെ പേരിൽ തൃശൂർ നിയോജകമണ്ഡലത്തിലെ 6 ബൂത്തുകളിലായി 374 പേരെ അകാരണമായി വോട്ടർ പട്ടികയിൽ നിന്നും വെട്ടിനീക്കാൻ ബിജെപി കൂട്ടഅപേക്ഷ നൽകിയതായാണ് ആക്ഷേപം. ഒല്ലൂക്കര, നെട്ടിശ്ശേരി വില്ലേജുകളിലെ 180, 151, 155, 157, 163, 166 എന്നീ ബൂത്തുകളിലാണ് കൂട്ടത്തോടെ അകാരണമായി വെട്ടിനീക്കാൻ ഗൂഢനീക്കം നടക്കുന്നത്. വോട്ട് ചോരി കേരള പതിപ്പിനാണ് ബിജെപി ഇതിലൂടെ തുടക്കം കുറിച്ചിരിക്കുന്നതെന്ന് DCC പ്രസിഡന്റ് അഡ്വക്കേറ്റ് ജോസഫ് ടാജറ്റ് ആരോപിച്ചു. ഭാരതീയ ജനതാ പാർട്ടിയുടെ നേതൃത്വത്തിൽ വോട്ട് ചോരി കേരള പതിപ്പിനെ ആരംഭം കുറിച്ചിരിക്കുകയാണ്. തൃശൂർ നിയോജക മണ്ഡലത്തിൽ ഒല്ലൂക്കര, നെട്ടിശ്ശേരി വില്ലേജിന് കീഴിൽ അകാരണമായി കൂട്ടത്തോടെ വോട്ടർമാരെ വെട്ടിനീക്കാൻ ഫോം നമ്പർ 7 സമർപ്പിച്ചിരിക്കുകയാണ്. ഈ കൊടുത്ത അപേക്ഷയിൽ 90% പേരും ആ സ്ഥലത്തുള്ളവരാണ്. ബാക്കിയുള്ള 10% എന്ന് പറയുന്നത് മരിക്കാത്തവരെ മരണപ്പെട്ടു എന്ന് കാണിച്ചു കൊടുത്തിരിക്കുകയാണ്. 166 ബൂത്തിലെ BLOയുടെ മകന്റെ പേര് വരെ വെട്ടിമാറ്റാൻ അപേക്ഷ നൽകിയിട്ടുണ്ട്. നിയന്ത്രിതമായി മാത്രം നൽകുന്ന ഫോം 7 കൂട്ടത്തോടെ വാങ്ങിയാണ് ബിജെപിയുടെ നീക്കം. ഇത് സംസ്ഥാന സർക്കാരിലെ മേലുദ്യോഗസ്ഥരുടെ അറിവോടെയാണ്. അപേക്ഷ പ്രകാരം UDFന് വോട്ട് ചെയ്യുന്നവരുടെ പേരുകളാണ് പട്ടികയിൽ നിന്ന് വെട്ടിമാറ്റപ്പെടുക. ഇതിൽ CPM BJP അന്തർധാര ഉണ്ടെങ്കിൽ അപേക്ഷയിലെ 90% പേരുകളും വെട്ടിപ്പോകും. ഇത്തരത്തിലുള്ള ഗൂഢതന്ത്രങ്ങളുമായി വരുന്ന ഭാരതീയ ജനതാ പാർട്ടിയുടെ നീക്കത്തെ അത് ഇവിടെ പ്രാവർത്തികമാക്കണമെന്നുണ്ടെങ്കിൽ ഇതിന്റെ മുകൾ തട്ടിൽ പ്രവർത്തിക്കുന്ന ഉദ്യോഗസ്ഥർ, അത് കേരള ഗവൺമെന്റിന്റെ ഉദ്യോഗസ്ഥരാണ്. അത് CPMുമായി അന്തർധാരയുണ്ടെങ്കിൽ ഇത് മുഴുവൻ വെട്ടിപ്പോകുമെന്നുള്ള കാര്യത്തിൽ സംശയമില്ല. ഇത് തടയിട്ടില്ലെങ്കിൽ കേരളത്തിൽ ആകമാനം ഈ സംവിധാനം വന്നാൽ അനേകായിരങ്ങളുടെ അർഹരായവരുടെ വോട്ടുകളാണ് വെട്ടിപ്പോകുന്നത്. ഇക്കാര്യങ്ങൾ ചൂണ്ടിക്കാട്ടി വിഷയത്തിൽ സമഗ്രമായ അന്വേഷണം ആവശ്യപ്പെട്ട് തിരഞ്ഞെടുപ്പ് കമ്മീഷനും ജില്ലാ കളക്ടർക്കും കോൺഗ്രസ് പരാതി നൽകി. TCV തൃശൂർ.